എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജ് റെസിപ്പിയാണ്. ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയും പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ തന്നെ ചോറ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് വേറെ ഒരു കറിയും ആവശ്യമില്ല. ഇതൊരു ഇപ്പം നമുക്ക് വെജിറ്റബിൾ കൂട്ടാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ കുഞ്ഞതായിട്ട് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനൊരു കറുത്ത ഒരു കളർ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം ഇതേപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കും. അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച് 2-3 തവണ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ മാറിക്കിട്ടും. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള നിങ്ങൾക്ക് ഒരു സവാള എടുത്താൽ മതി. 1-2 സവാള എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും നന്നായിട്ട് ചൂടായി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. അപ്പോൾ ലാസ്റ്റ് ഇടുമ്പോഴാണ് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ എൻ്റെ കറിവേപ്പില അധികം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവാളയും ഞാൻ ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു വലിയൊരു സൈസ് സവാളയും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 എടുത്തതും. പിന്നെ സവാള ഞാൻ കാണിച്ച് 2 എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു സവാള മാത്രമേ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ആ കടുകും വെളിച്ചെണ്ണയൊക്കെ ഇതിനകത്തൊന്ന് കിട്ടാൻ വേണ്ടി ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഉപ്പാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ. അത് നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെ അളവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ആ ഉപ്പും മഞ്ഞൾപ്പൊടിയോടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ നിങ്ങൾ ശരിക്കും തന്നെ നന്നായിട്ട് തന്നെ ഇളക്കണം കേട്ടോ. എന്നാലേ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉരുളക്കിഴങ്ങിലും സവാളയിലും നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ വേകാൻ വേണ്ടി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്കൊരു കുറച്ച് വെള്ളത്തിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം സവാളയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സാധാരണ നമ്മൾ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാറില്ല. പക്ഷേ ഇത് വേറെ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം അവിടെ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ നിങ്ങൾക്കൊരു പിടി തേങ്ങ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത്ര ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പിടി തേങ്ങയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടീസ്പൂൺ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 തൊട്ട് 5 ടീസ്പൂൺ വരെ. ജസ്റ്റ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്. കാരണം ചിലവർക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്യാസ് വരും വയറ്റിനകത്ത്. അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ഞാൻ ഈ തേങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടും. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്ന കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തോന്ന് നോക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നിട്ടുണ്ട്. കണ്ടില്ലേ? അതായത് ശരിക്കും ഈ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം.
അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എനിവേ ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേണം നമ്മുടെ തേങ്ങയുടെ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ തേങ്ങ ആ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കത്തില്ല സാധാരണ രീതിയിൽ, അതുപോലൊക്കെ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുക. ഈ സമയത്ത് തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിനകത്ത് കിടക്കുന്ന വെള്ളത്തിലിരുന്നുകൊണ്ട് നമ്മുടെ തേങ്ങയ്ക്കകത്തൂടെ ആവി കിട്ടണം. എന്നിട്ട് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ നന്നായിട്ട് വേവുകയും ചെയ്യണം, ആ വെള്ളമെല്ലാം വറ്റുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് ആവിയും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ നമ്മുടെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണം നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് ഉണ്ടാകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പം നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ കറിക്ക്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് നിവർത്തിയിടാം. അപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ തോർന്ന് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മസാല കിട്ടുകയും ചെയ്യും. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവിങ് ഡിഷിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റെസിപ്പിയാണിത്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു സവാളയും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് ഗരം മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ശരിക്കും ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പറ്റുന്ന നല്ല കിടിലൻ കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും ഉണ്ടാക്കാം. അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിൽ കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.